17 മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന അപ്രവചനീയത തന്നെയുണ്ടല്ലോ. അത് എങ്ങനെയാണ് എന്നറിയാനുള്ള ആകാംക്ഷയുണ്ട്. കേരളത്തിന്റെ ഒരു പൊതുചിത്രം മാർഷൽ വി സെബാസ്റ്റ്യൻ നമുക്ക് നൽകുമെന്ന് തോന്നുന്നു. മാർഷൽ, എന്താണ് ഈ എക്സിറ്റ് പോളിന്റെ മിനിറ്റുകളിൽ നമുക്ക് അറിയാൻ കഴിയുന്ന ഏറ്റവും അവസാനത്തെ സ്പന്ദനങ്ങൾ? എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്തായിരുന്നാലും ശരി, ഇവിടെ ഇടതു വലത് മുന്നണികളും BJPയും ഒരേപോലെ തന്നെ അവരുടെ അവകാശവാദങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അന്നു മുതൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അവകാശവാദങ്ങളിൽ കഴിഞ്ഞ തവണ നേടിയ 19 സീറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ കൈവശമുള്ള 18 സീറ്റിൽ നിന്നും കൂടുതൽ സീറ്റുകൾ ഞങ്ങൾക്ക് പിടിക്കാൻ സാധിക്കും എന്നുള്ളതാണ് UDFിൻ്റെ വിലയിരുത്തൽ. പ്രത്യേകിച്ചും കോൺഗ്രസ് എല്ലാ സീറ്റുകളിലും ഞങ്ങൾ വിജയിക്കുമെന്ന് ഉറപ്പിച്ചു പറയുന്നു. ഒരിടത്ത് പോലും അട്ടിമറി ഉണ്ടാകില്ല എന്നുള്ള അവകാശവാദമാണ് അവർക്കുള്ളത്. എന്നാൽ LDFിലേക്കും CPMലേക്കും നമ്മൾ പോവുകയാണെങ്കിൽ 12 സീറ്റുകളിൽ വിജയം ഉറപ്പാണ് എന്നുള്ള അവകാശവാദം ഇന്നലെയും അവർ ആവർത്തിക്കുന്നുണ്ട്. എക്സിറ്റ് പോൾ ഫലം എന്തായിരുന്നാലും ശരി, അതല്ല ജനവിധി എന്നുള്ള മുൻകൂർ ജാമ്യവും അവർ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 4-ാം തീയതി ഫലം വരുന്നിടം വരെ 12 സീറ്റിൽ LDF വിജയിക്കും എന്നുള്ള ഉറപ്പ് അവർക്കുണ്ട്. ബാക്കിയുള്ള സീറ്റുകളിലെല്ലാം തന്നെ ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നു എന്നുള്ള വിലയിരുത്തലാണ് CPMനും LDFനും ഉള്ളത്. മറ്റൊന്ന് നമ്മൾ നോക്കുമ്പോൾ BJP അവകാശവാദം ഉന്നയിക്കുന്നു. ആദ്യഘട്ടത്തിൽ മോദി ഉൾപ്പെടെയുള്ളവർ ഇവിടെ പറഞ്ഞിരുന്നത് 2 അക്കം കടക്കും എന്നായിരുന്നെങ്കിൽ ആ 2 അക്കത്തിൽ നിന്ന് അവർ പിന്നാക്കം പോയിട്ടുണ്ട്. എങ്കിലും അട്ടിമറി പ്രതീക്ഷിക്കുന്നുണ്ട്. 2 സീറ്റുകൾ ഉറപ്പായും വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് BJP നേതൃത്വത്തിന് അല്ലെങ്കിൽ NDA മുന്നണിക്ക് കേരളത്തിലുള്ളത്. അത് തൃശ്ശൂരും തിരുവനന്തപുരവുമാണ്. ഇവിടെ രണ്ടിടത്തും താമര വിരിയുമെന്നും മറ്റു 4 മണ്ഡലങ്ങളിൽ അതിശക്തമായ മത്സരങ്ങൾ നടക്കുമെന്നും അതിലൂടെ ഒരു അട്ടിമറി ഉണ്ടെന്നുമൊക്കെയാണ് അവരുടെ പ്രതീക്ഷ. കേരള കോൺഗ്രസ് മാണി ഒരു സീറ്റിൽ മത്സരിക്കുമ്പോൾ അവരും വിജയം അവകാശപ്പെടുന്നുണ്ട്. CPI 4 സീറ്റിൽ മത്സരിക്കുമ്പോൾ 2 സീറ്റിൽ മാവേലിക്കരയും തൃശ്ശൂരും അവർ വിജയം ഉറപ്പിക്കുകയാണ്. എന്നാൽ തിരുവനന്തപുരത്ത് പന്നിൻ രവീന്ദ്രൻ വീണ്ടും പട ജയിച്ച് ഒരു അട്ടിമറി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുമാണുള്ളത്. അങ്ങനെ ഇന്ത്യ മുന്നണിയിലെ 2 പ്രബല മുന്നണികൾ തമ്മിലുള്ള മത്സരമാണെങ്കിലും BJP ഒരു അത്ഭുതം സൃഷ്ടിക്കുമോ, BJP മറ്റൊരു അട്ടിമറി ഉണ്ടാക്കുമോ എന്നുള്ള കാര്യമാണ്. ദേശീയ തലത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ 20 സീറ്റും ഇന്ത്യ മുന്നണിക്ക് ഉറപ്പിച്ചെടുത്ത് 2 സീറ്റുകളിലേക്ക് BJP വരുമോ എന്നുള്ള കാഴ്ചയ്ക്കായിരിക്കും പ്രധാനമായും കേരളത്തിൽ ഉറ്റുനോക്കുക.